വിദേശത്ത് മെഡിക്കൽ പഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ യോഗ്യത പരീക്ഷ എഴുതി പാസായ MBBS ബിരുദധാരികളാണ് സർക്കാരിലേക്ക് പണം നൽകി ഹൌസ് സർജൻസി ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 60,000 രൂപയാണ് ഇവരിൽ നിന്ന് ഈടാക്കുന്നത്. എന്നാൽ ഇവർക്ക് ഹൌസ് സർജൻസ് അലവൻസും നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിദേശത്ത് പഠിച്ച മെഡിക്കൽ ഡോക്ടർമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവരിൽ നിന്ന് ഹൌസ് സർജൻസി ഫീസ് വാങ്ങണമെന്ന് ഏപ്രിൽ 3-ന് സർക്കാർ ഇറക്കിയ ഉത്തരവ് അസാധുവാക്കിയതായി ഹൈക്കോടതി അറിയിച്ചു. അതേസമയം സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അനുകൂല വിധി വന്നിട്ടും സ്റ്റൈപ്പൻഡ് തടയുകയാണെന്നാണ് ഹൌസ് സർജൻമാർ പറയുന്നത്. ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ഗവൺമെന്റ് തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു സർക്കുലർ ആയിട്ട് വന്നു. ആ സർക്കുലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെർ മന്ത് നമ്മൾ 5,000 ആൻഡ് ഹോൾ ഇയർ നമ്മൾ 60,000 റുപ്പീസ് കൊടുക്കണമെന്ന്. NMCയുടെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നിൽക്കുന്ന ഭാഗത്താണ് അവരിങ്ങനെ കൊണ്ടുവന്നത്. അപ്പം അതിനെതിരെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ GHും പല അഡ്വക്കേറ്റ്സ് ആയിട്ട് നമ്മൾ കേസിന് പോവുകയും ആ കേസ് ഇന്നലെ വിധി വന്നു. ആ വിധി പ്രകാരം ഗവൺമെന്റിന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് പൈസ വാങ്ങിക്കരുത് ആൻഡ് ഈ സ്റ്റൈപ്പിന്റെ കാര്യം പരിഗണിക്കണമെന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് യാതൊരു രീതിയിലുള്ള ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഹൌസ് സർജൻസി ചെയ്യുന്നത് 1,200ഓളം പേരാണ്. ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഹൌസ് സർജൻമാരായി സേവനമനുഷ്ഠിക്കുന്നതും ഇവരാണ്. ഹൈക്കോടതി ഉത്തരവ് പരിഗണിച്ച് ഉടൻ സ്റ്റൈപ്പൻഡ് നൽകുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.